പോയി കാണും. അമ്മാവനിത് എങ്ങനെ സഹിക്കുമെന്തോ. അമ്മാവന് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എടുക്കാതിരിക്കണ്ട, അത് കൂടുതൽ വിഷമമുണ്ടാക്കും. നീ എടുക്ക്, സ്പീക്കറിലിട്. ഗൗതം ഒന്നും പറയാൻ പോണ്ട, ഞാൻ സംസാരിക്കാം. ഹലോ അമ്മാവ. നിങ്ങളെല്ലാം വീട്ടിലെത്തിയോ മോളെ? ആ എത്തി. എല്ലാരും സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എന്തു പറയുന്നു അവരൊക്കെ? അത് പിന്നെ എന്തു പറയാനാ അല്ലേ? അവളുടെ അച്ഛനായ എന്നെ തന്നെ പഴിച്ചു കാണും. അമ്മാവൻ സമാധാനപ്പെട്, എല്ലാം ശരിയാവും. ഇനിയും എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കാനും മാത്രമുള്ള മണ്ടനാണോ മോളെ ഞാൻ? ആ വീട്ടിലേക്ക് വന്ന് അവിടെ ഉള്ളവരോടൊക്കെ മാപ്പ് ചോദിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ അതിനുള്ള മുഖം പോലും എനിക്കില്ല. 5 മാസം വരെയും ഒരു പെണ്ണ് പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ഉൾപ്പെടെ സകല ആൾക്കാരെയും പറ്റിച്ചു എന്നറിഞ്ഞാൽ അതൊരു ചെറിയ തെറ്റൊന്നും അല്ലല്ലോ. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശരി. ഞാൻ പറഞ്ഞതല്ലേ അമ്മാവ, എനിക്ക് ശിവാനിയുടെ കള്ളം നേരത്തെ തന്നെ അറിയായിരുന്നു. പലവട്ടം ഞാൻ അവളോട് പറഞ്ഞു നോക്കി. സത്യം തുറന്നു പറഞ്ഞ് എല്ലാവരോടും ക്ഷമ ചോദിച്ചാൽ തീരാവുന്നൊരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ ഉപദേശിക്കാൻ നോക്കി, തെറ്റുതിരുത്തി നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്കി. അപ്പോഴല്ല അവള് ശ്രമിച്ചത് എന്നെ പ്രതിസ്ഥാനത്ത് നിർത്താനാ. അവളുടെ വയറ്റിലെ കുഞ്ഞുങ്ങളെ ഞാൻ ഇല്ലാതാക്കാൻ നോക്കിയെന്നും പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സത്യം പറഞ്ഞ ഇനിയും അവള് തിരുത്തി നേർവഴിക്ക് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എനിക്ക് സത്യം പുറത്തു കൊണ്ടുവരേണ്ടി വന്നത്. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. നീ എന്തിനാ വിഷമിക്കുന്നത്? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം.